എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് ഭാഗ്യം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, സ്വാമിയുണ്ട്. എടാ സുനിമോനെ, നീ കൂടി ഞാൻ അവിടെ പോയേ. സുനിമോനെ കേട്ടാ, നീയാണ് സബ് പൂജാരി. മാന്യമര്യാദക്ക് ജോലി എടുത്തോണ്ടിരിക്കുന്ന കൂട്ടത്തിലുള്ള ഗ്യാങ് മെമ്പറിന്റെ വണ്ടിയുടെ വീല് തല്ലി പൊളിച്ച് ട്രെയിലർ മറച്ചിട്ടവനെ മറച്ചിട്ടിട്ട് ഒരു ഉപകാരം ചോദിക്കുമ്പോ ഞാൻ തിരിച്ച് ചെയ്യുന്നാണോ വിചാരിച്ചേ? എടാ ചെയ്യണം. എടാ ഹലോ പാട്ടിന്റെ മോളെ കുറക്കട്ടെ. ഹലോ കേക്കാവോ? ചന്ദ്രൻ എങ്ങനെ സംസാരിക്കുന്നേ? അടുത്താളുണ്ട്. സിനിമോനെ നീ ഒന്ന് വാടാ, ഒന്ന് സിനിമോനെ. ചന്ദ്ര, എനിക്കിപ്പോ ചന്ദ്രന് പണി തരാനുള്ള മൂടാണ്. അതുകൊണ്ട് അവിടെ വന്നിട്ട് എനിക്കൊരു അവസരം കിട്ടി കഴിഞ്ഞാൽ ഞാൻ പണിഞ്ഞാ നിന്നെ വെട്ടിക്കളഞ്ഞേ. ഹലോ പണി തരാം. വാ ഇവനെ കൊണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ച് അവനെ മറ്റേ മുണ്ടില് കൊണ്ടുപോകണം. മുണ്ടില് വാ. മുണ്ടെടുക്കണം. മുണ്ട് ലുങ്കി കൈലി ചേട്ടേ നടക്കണ എന്തിങ്ങനെ. എടി നീ ഏതോ ഷണ്ടന്റെ രൂപത്തിലോട്ടാണ് കേട്ടോ ഇവന് ചേഞ്ച് കിട്ടിയത്. കാട്ടിലടി. ഏത് അല്ല ഇതൊരു നല്ല സ്വാമിയാണ്. ജെന്യൂൻ സ്വാമിയാണ്, കള്ളസ്വാമി വരെ പോലല്ല. ഈ പുള്ളിക്കാരൻ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇവനെ തിരിച്ചു കിട്ടും നമുക്ക് പഴയതുപോലെ. എടാ ഇനി മേലെ മനസ്സിലാക്കാതെ വെള്ളത്തിൽ പോയി ചാടിയോണ്ടല്ലോ അടിച്ച് കറക്കിളഞ്ഞേ. എടാ നമ്മള് സ്വാമിയെ കാണാൻ പോകാൻ വേണ്ടി ഡ്രസ്സ് മാറാൻ വേണ്ടിയിരിക്കുന്നത്. എടാ നീ രാനെടുത്ത് വെച്ചേ നിങ്ങള് സ്ഥലം തെറ്റ്. അതെ എലി പറ്റൊക്കെ നീ സാരി ഉടുക്കാട്ടോ. നമ്മളൊരു അല്ല ഒരു എടാ അതെ എന്റെ ചാലഞ്ചേഴ്സ് പറ്റും പറ. പണ്ടത്തെ വക്ര കണ്ട സ്വാമി എന്നാ. ഡ്രിഫ്റ്റിംഗ് താല്പര്യമുള്ളവരുണ്ടോ? ഡ്രിഫ്റ്റിംഗാ അതൊരു മല്ലു ബ്രോ റേസിംഗ്. എനിക്ക് താല്പര്യമുണ്ട് ബ്രോ. ഫ്രീ ആയിട്ട് കാർ തരുമോ ഡ്രിഫ്റ്റിംഗ്? എന്നാ ഞാൻ വരാം പഠിക്കാൻ. എന്റെ ഫ്രണ്ടാണ്. നീ പറഞ്ഞത് നീ ഇവിടെ സിംഗിൾ ആണ്, നീയാണ് അവള് തേടി നടക്കുന്ന തക്കുടുവൻ. ഏത് തക്കുടുവടാ നീ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, തോന്നിച്ച പറഞ്ഞേ. അവൾ എന്നോട് പറഞ്ഞു ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരാളാണ് തക്കുടുവൻ. ഞാനാണ് നിന്നെ തേടി തക്കുടുവാ. അയ്യേ ഞാൻ അങ്ങനത്തെ രീതിയില് ടോക്കിങ് ചെയ്യാത്ത ഒരാളാ. ഞാൻ ഈ പെമ്പിളടുത്ത് അങ്ങനെ അധികം ഇങ്ങനത്തെ ഫൺ ജോക്സ് ഒന്നും ഞാൻ വിളിച്ചോണ്ട് വരാം കേട്ടോ. അവള് ഞാൻ വിളിച്ചോണ്ട് വന്നിട്ട് നിനക്ക് തക്കുടുവിനെ ഇത് കുക്കുടൻ എവിടെ വെച്ചാണ് കണ്ടത്? സ്വാമി എവിടെയുണ്ട്? സ്വാമി നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം. സ്വാമി ഇപ്പൊ അപ്പോയിന്റ്മെന്റ് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട്. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാ. പിന്നല്ലാണ്ട് എല്ലാ ദിവസം വാദം ഒഴിപ്പിക്കാനൊക്കെ. പറഞ്ഞായിരുന്നു. ആരാട് തക്കുടു ആരാന്ന് ചോദിച്ചപ്പോ ചന്ദ്രമാമൻ പറഞ്ഞു അല്ല പറഞ്ഞത് ഞങ്ങള് ഫ്രണ്ട്സാണ്. അല്ല ഞാനും കുക്കുടും നമ്മള് ചുമ്മാ ജോക്സ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു. അവള് ജോക്കെല്ലാം പറഞ്ഞായിരിക്കും. എല്ലാവർക്കും നല്ല വിശപ്പാണ്. ഞാൻ നിങ്ങൾക്ക് ബർഗർ വാങ്ങിച്ചു തരാം.
അലീനക്ക് വീണ്ടും കണ്ട ഞാൻ പറഞ്ഞല്ലേ അലീനയുടെ ഓർമ്മ മാത്രമേ വരുന്നുള്ളൂ ഇപ്പോഴും മനസ്സിൽ. തറയിലിരി എലി, എന്ത് മോളിരിക്കണേ? ഞാൻ തറയിലാണല്ലോ ഇരിക്കുന്നത്. ആ എല്ലാവർക്കും ഇത് തരാം. ഓ ഞാൻ മാമന്റെ മുന്നിൽ നിന്ന് മാറിയിരിക്കാം. എന്താടാ? ഓ നീ പിന്നെ കൊച്ചാണല്ലേ? ആ നേരെ ഇരിക്കുമ്പോ പ്രശ്നമാണ്. ആണല്ലേ? നിങ്ങൾ 3 പേരും തറയിലിരിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. അതിന് നല്ല എലി തല എഴുതാ പോരെ. ആ എടി സത്യം ഇത് എന്താവും തരായിരിക്കാവോ? 5 ഈ കവറിൽ 5 ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്. എല്ലാവരും അടുത്ത് കഴിച്ചാണ്. ഹലോ എടുത്തോ ആടാ നീ ബ്രെഡ് ഓംലെറ്റ് ഫുള്ളും തിന്നോ. എന്റെ വിശപ്പ് തീരട്ടെ. അപ്പൊ ഞാൻ ഇപ്പുറം എന്ത് തിന്നും? നിങ്ങൾക്ക് നിന്നെ പോലെ ഗതികെട്ടല്ലേ. സത്യല്ലേ? ഒരു പഴങ്കഞ്ഞി കുടിക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ സാമയെ വിളിച്ചിട്ട് പൂജാ കർമ്മങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചിട്ട് പോരാ. ഹലോ ഞാൻ ഡ്രസ് മാറ്റിയ ഇതും കൂടെ ഉള്ളു. അത് കഴിഞ്ഞ ഇവനെ കണ്ടുപിടിക്കണം. സുനിയും പറയാനുണ്ട്. ഇവിടെ എന്തിനു പറയാ രായ? അത് മതിയാ? എനിക്ക് ഈ ചെറുക്കനൊരു പണി കൊടുക്കണം. എനിക്ക് കുറെ നാളെ ഒരു പണി എടുക്കണം വിചാരിക്കണം. ഇവ എനിക്കിട്ട് എപ്പോഴും പണി തരുമോ ഇങ്ങനെ ഓരോ വള്ളി പിടിച്ച്? അല്ലെങ്കിലടാ സുനിമോനെ അല്ല നമുക്കേ യവനെ കുറെ നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കണം. എന്നിട്ടേ യവൻ്റെ അടുത്ത് പറയണം ഇനിയുണ്ടല്ല. ഹലോ 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 എടാ എടാ ഇപ്പൊ എലി ഉണ്ടല്ലോ, എലിയും കൂടെ ഉണ്ട്. സംഭവം ഇപ്പൊ ഞാൻ പറഞ്ഞ എലിയാണ് ഇവനെ കൊണ്ടു നടന്ന് ഉള്ള എല്ലാ അലം പറഞ്ഞു കൊടുത്ത് അലമ്പാക്കണം ഇപ്പൊ ഈ ചെറുക്കനെ. ഈ ദുഷ്ടശക്തികളിൽ നിന്ന് ഇതാ ഒരു വിടുതൽ ലഭിക്കണമെങ്കിലേ എവളായിട്ടുള്ള ബന്ധം നിർത്തണം എന്ന് പറയണം. എവിടെ കൂടെ നടക്കാൻ പാടില്ലെന്ന് പറയണം. കുറഞ്ഞത് ഒരാഴ്ചത്തേക്കെങ്കിലും ഇവരെ കാണാൻ എലിയായിട്ട് ഒരു ഇതും പാടില്ല എന്നുള്ള രീതിയിൽ പറയണം. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിൻ്റെ അകത്ത് താങ്കളുടെ ശരിക്കുള്ള രൂപം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അപ്പനെല്ലാം മറ്റേ അപ്പൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൂപ്പായി പൊക്കോണ്ടിരിക്കും. മനസ്സിലായ? പ്രത്യേകിച്ച് കാര്യമില്ല. ഈ ചെറുക്കൻ ഇങ്ങോട്ട് പോത്തുമില്ല, എന്നെ തന്നെ അപ്പാന്ന് വിളിക്കുകയും ചെയ്യുന്ന ആളെ. വന്നിട്ട് ഇതാകുമ്പോഴത്തേക്കും ഒന്ന് പേടിക്കും. എടാ വലിയ ഗെറ്റപ്പ് ഒന്നും വേണ്ട, തട്ടിക്കൂട് സെറ്റപ്പ് മതി. വാ രായ. എന്ത് ചെയ്യാനാ ഓരോരോ കാര്യങ്ങൾ അവന്റെ. ആരടിച്ചു തന്നെ? ആരടിച്ചേ? ഓന്റെ ഭവ്യത വേഷം മാറിയപ്പോ നീ അങ്ങ് പേടിച്ചാ? എന്തത്? അയ്യോ നന്മയുടെ നിറക്കൂടം. നന്മ മരം കളിക്കല്ലേ എന്റെ അടുത്ത്. നീ ഇരിയടാ മാറി. അതെ സ്വാമി ചോദിക്കുമ്പോ എല്ലാം ഒന്നും വിടാതെ എല്ലാം പറയണേ. സത്യമായിട്ട് തന്നെ പൊഴി ചൊല്ലക്കൂടാതങ്ക. പ്രതിവിധി എന്ത് പറഞ്ഞാലും അതും കേട്ടോണം കേട്ടാ. ഇവന്റെ അച്ഛനെ ഇവനോട് സ്നേഹ ഉത്തരവാദിത്വം ഇവന്റെയും കൂടെ ഒന്ന് സാമി എടുത്ത് പറയൂടാ. പറയാം ഒരു സെക്കൻഡ് കോള് പറഞ്ഞു. ഹലോ പൂജക്ക് എന്താ വേണ്ടേ? എടാ രായ ഒരു കിടില ഐഡിയ ഇട്ടോട്. രായ സിനിമോനെ ഒരു കിടിലായിട്ട് സിനിമോനെ. എടാ നിങ്ങൾ ഡ്രസ് മാറുമല്ലേ? കേക്കുമല്ലേ? ഞാൻ പറഞ്ഞുതരാം. എടാ ഇപ്പോൾ വന്ന ഒരിതാണ്. അതായത് 2 ദിവസം ഉണ്ടല്ല, ഈ വേഷം മാറുന്ന 2 ദിവസവും
ഇവളുടെ അതായത് ഇവന് ഏറ്റവും ഇഷ്ടമുള്ള ആരെന്ന് ചോദിക്കും. അന്നേരം എലിയുടെ പേര് പറയും. അന്നേരം ഇവന് എന്തേലും പറഞ്ഞ് എലിയുടെ പേരെത്തിക്കണം. അത് അവര് മുട്ടയടിച്ച് 2 ദിവസം സിറ്റി കൂടി നടന്നാലേ ഇവന് പഴയ രൂപം കിട്ടുന്നൂടി പറഞ്ഞേക്ക്. എന്ത് പറയാണ്? എടാ ഇത് തെറ്റായിരിക്കും. എലി മുട്ട അടിച്ചിടക്കണ പുള്ളിയെ കുത്തി ഇതെങ്ങനെ എങ്ങനെ പണി കൊടുക്കാൻ നോക്കട്ടെ. എലിക്ക് എങ്ങനെ എലിയുടെ പേരെങ്ങനെ കൊണ്ടുവരാം? എവിടെയെങ്കിലും ഇരിയടാ, റോഡ് സൈഡിൽ ഒഴിച്ച് വേണം. ഏത് കാട്ടിലെ മുട്ടിലെ പോയി എന്നിട്ട് ലൊക്കേഷൻ അയച്ചാ അടുത്ത് 2 അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മളെ 2 അപ്പോയിന്റ്മെന്റ് ഭയങ്കര അത്ഭുത സിദ്ധികളുള്ള സ്വാമിയാരാണ്. സിദ്ധികളുള്ള എന്നാ സ്വാമിയാരെ പേര് എനിക്ക് അറിഞ്ഞൂടാ. മുട്ടസ്വാമി എന്നല്ല വിളിക്കുന്നത്, പക്ഷെ ശരിക്കുള്ള പേര് എന്താ അറിഞ്ഞൂടാ. എനിക്ക് പേടി വരുന്നു. ഇനി ബാധ ഒഴിപ്പിക്കുന്ന സമയത്ത് ഈ പിള്ളേരൊക്കെ കരഞ്ഞ് നിലവിളിക്കുമല്ലോ. ഒന്നും പറ്റില്ലല്ലോ കൂട്ടുകാരാ. ബോസേ ഒന്നും പറ്റില്ല. ചെയ്യാനാ നമ്മളെ പിള്ളേരില്ല. ഫ്രണ്ട്സ് എല്ലാരും நம்ம ഫ്രണ്ട്സാ. அப்பா அன்னைக்கு வந்து ஒருத்தர் ரொம்ப பேசிட்டான்பா பெரியமாவா. யாரு? ஏலம் பெரியமாட்ட ஒருத்தர் திட்டினானே, சண்டை போட்டமே, வாழ இல்ல. ഇത് ചെയ്യണോ? ഇത് ചെയ്താലേ ഇനി എന്തെങ്കിലും പ്രതിവിധി ഉള്ളൂ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ஏண்டா உனக்கு லைட்ட கூட ஃபீல் ஆகலையாடா? இது மாதிரி பெருசாயிட்டோன்னு, இது மாதிரி அசிங்கமா இருக்கேன்னு லைட்ட கூட ஃபீல் பண்ணலையா நீ? ട്രാൻസ്ലേറ്റ് എടാ ഞാൻ കാര്യം ചോദിക്കട്ടാ. എടാ നിനക്ക് എന്തേലും പ്രത്യേകിച്ച് എന്തേലും തോന്നിയായിരുന്നാ? ആരോടാ? നിന്റെ അടുത്ത് തന്നെ ചോദിക്കണേ, ഇക്രൂന്റെ അടുത്ത്. എനിക്ക് എന്ത് തോന്നാൻ? അല്ല ഈ അങ്ങോട്ട് നിങ്ങൾ പോകേണ്ട കാര്യം എന്തിനാണ് ആ സ്ഥലത്തോട്ട്? എന്റെ പൊന്നുമാമ, ഞാൻ അവിടെ ഗ്യാരേജിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു ഇവിടെ വേറൊരു ബ്ലാക്ക് മാർക്കറ്റ് എന്നൊരു സംഭവം ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ടൈം ബോംബ് ഉണ്ട്. അപ്പൊ ഇന്നലെ ഇവിടെ ഒരു കല്യാണ പരിപാടി നടക്കുമായിരുന്നു. ഇവൻ പറഞ്ഞു കല്യാണത്തിന്റെ ബോംബ് വെച്ച ഒരു 50 പേര് ഒരൊറ്റടിക്ക് വെന്ത് കിട്ടുമെന്ന് പറഞ്ഞു. ബാക്കി പറ. എന്നിട്ട് ബോംബ് മേടിക്കാൻ വേണ്ടി നമ്മള് പോയതാ. 50 പേര് മേടിച്ചിട്ടിട്ട് ഇവൻ എന്തെടുക്കാനാ പറട്ടയ്ക്ക്? ഓ ഒരു സെക്കൻഡ്, എനിക്ക് ചെറിയൊരു ബാനുണ്ട്. ഇപ്പൊ ഇറങ്ങി പോകാനായിരിക്കും. ഒരു മിനിറ്റ് പോരാ. ഞാൻ കാര്യം പറയട്ടെ, സൊല്ലട്ടുമാ. ഇത് നിനക്ക് നിന്റെ ഈ സ്വഭാവം കാരണം ദൈവത്തിന്റെ ശിക്ഷയാണ് പട്ടി. ഇത് ചുമ്മാ അല്ല. എന്നിട്ട് നീ അവൻ നല്ലത് പറഞ്ഞു കൊടുക്കണ്ടടാ ഇക്രു. ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തു മാമ. നീ എന്തിനു പറഞ്ഞു കൊടുത്ത്? നമുക്ക് ചെയ്യാന്ന്. இங்க பாருப்பா, இவன் தான் பா சொன்னான் அங்க ஒரு மேரேஜ் ஃபங்க்ஷன் நடக்குதுடா. കേക്ക്, ഞങ്ങൾ രണ്ടുപേരും കൂടി പുതിയ ഗ്യാങ് തുടങ്ങി. സൂപ്പർ. കെപി എന്നാണ് ഗ്യാങ്ങിന്റെ പേര്. കെപി എന്ന് പറഞ്ഞ കൊച്ചുണ്ട. അപ്പൊ ഞങ്ങൾ കൊച്ചു പുണ്ടാസിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമേ സിറ്റിയിൽ എന്തെങ്കിലും തരംഗം സൃഷ്ടിക്കണമല്ലോ. അപ്പൊ ഇന്നലെ ഇവിടെ ഒരു കല്യാണം ഉണ്ടായി. അപ്പൊ സൂര്യ എന്നോട് പറഞ്ഞു നമുക്ക് അവിടെ കല്യാണം വീട്ടിൽ കൊണ്ട് ബോബ് ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങള് ഗ്യാങ് ആവുന്നതിന്റെ ഒരു ഗ്യാങ് ആവുമ്പത്തേക്ക് ഒരു ഇത് വേണമല്ലോ, എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോയാണല്ലേ. ஆமாப்பா, எங்க பேர் எல்லாருக்கும் தெரியணும் அப்படின்னு சொல்லிட்டு ഇത് കൂടാണ്ട് ഒരു 10 വണ്ടിയുടെ ബ്രേക്ക് കട്ട് ചെയ്ത് വിട്ടു. ஆமா, ടയറെല്ലാം കയറ്റിട്ട് ബ്രേക്ക് കട്ട് பண்ணி വിട്ടു. പിന്നെ ലോക്ക് പിക്ക് വെച്ച് കുറെ വണ്ടി എടുത്ത് കളഞ്ഞു. എന്തായാലും എലി പ്രോഗ്രസ് ഉണ്ട് കേട്ടോ, പ്രോഗ്രസ് ഉണ്ട്. എൻ്റെ അവിടെ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇവനെ നോക്കാറില്ല, സൂര്യനെ.
ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നിന്റെ അലീനയുടെ കൂടെ മാത്രമാണ് അവൻ. ഇല്ല ഇല്ല എന്റെ കൂടെ നടക്കുന്നത്. നിന്റെ കൂടെ ഉണ്ടല്ലേ? ആ നീ ഉണ്ടല്ലേ? പ്രോഗ്രസ് ഉണ്ട് പ്രോഗ്രസ് കാണുന്നുണ്ട്. ചെറുക്കല്ല നല്ല രീതിയിൽ മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇനി അപ്പനെ മറ്റേ വില വരുമെന്ന് നിന്നെ കണ്ടോ? ആ എല്ലാം ശരിയായി തരാം. ഗ്യാങ് അപ്രൂവൽ ആക്കി തരാണ്. ഞാൻ മറ്റേ മുകളിലത്തെ ആൾക്കാരെടുത്ത് പറയാം ഗ്യാങ് അപ്രൂവൽ ആയിട്ട്. സന്തോഷമായില്ലേ സൂര്യ? அப்பா இல்லப்பா இவன் தான் அப்படி பண்ணான், நான் எதுவுமே பண்ணலப்பா. இவன் தான் பண்ணிட்டு வச்சு பண்ணா சார் உள்ள சொன்னான். അപ്പൊ എനിക്ക് ബ്ലാക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയില്ല. ഇവനാണ് പറഞ്ഞത് ബ്ലാക്ക് മണി വെച്ചിട്ടാണ് സാധനം മേടിക്കണം. நான் ரெடி பண்ணி கொடுத்தேன்டா, நான் ரிசர்ச் பண்ணேன்டா. என்ன எங்க பிளாக் மணி எங்க பிளாக் மார்க்கெட் கிடைக்கும். ஆமா என்கிட்ட 1 கோடி ரூபாய் இருக்கு பிளாக் மணி. ஒரு டீலர் ഈ കാര്യങ്ങളെല്ലാം സാമിയുടെ അടുത്തോടെ ഒന്ന് പറയണേ. കാരണം നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയണം. ചിലപ്പോ നിന്റെ രൂപമാറ്റം മിക്കവാറും ഒന്നുമില്ല. ഞങ്ങൾക്ക് വേറെ അതിലും വലിയ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇനി நீ உன்னால ഈ പ്രേമിച്ചൊന്നും നടക്കാൻ പറ്റത്തൊന്നുമില്ല സൂര്യ. നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. கூட நான் லவ் பண்ணும், ரொம்ப நாளா லவ் பண்ணிட்டு இருக்கவள. നമ്മൾ ഈ വില്ലന്മാരൊന്നും അങ്ങനെ പ്രേമിക്കാൻ പാടില്ല. ആ ഭാര്യമാരെ വന്ന് കൊല്ലത്തില്ലേ? அதெல்லாம் கிடையாது. நான் அவளை லவ் பண்ணி கல்யாணம் பண்ணி கொல்லப்பட்டுப்பேன். സിനിമയാ നമ്മ ചെയ്യാൻ പോകുന്നത്. കുറച്ച് നേരെ അവൻ മൊട്ടേ ചന്തിക്ക് അങ്ങോട്ട് വരെ. பண்ணலப்பா, இவன் தான் சொன்னப்பா, நான் எதுவுமே பண்ணலப்பா. ഒന്നും ചെയ്യരുത് മാമ. കണ്ടത് ആദ്യമേ. நான் ஏதோ അണ്ണൂന് വണ്ടി ഗിഫ്റ്റ് കൊടുത്ത വെള്ളിമൂങ്ങയല്ലേ വെള്ളച്ചാട്ടം ആ താഴെ ലൊക്കേഷൻ എനിക്ക് അയച്ചിട്ടാണ്. ഇങ്ങോട്ട് വന്നാ മതി. ലൊക്കേഷൻ അയച്ചാ പറയ്ക്കോ ഇനി ആവശ്യമല്ല. വണ്ടി ഓടിക്കാൻ വാ. സംസാരിക്കാൻ വാ. പട്ടിയാണോ? അല്ല അത് കുറുക്കെ. നിക്കോസ് താങ്ക് യു മെമ്പർഷിപ്പ്. സാമി ലൊക്കേഷൻ അയച്ചു തരാമോ? കേറി ലൊക്കേഷൻ കിട്ടും. അറിയണേ സ്വാമി വന്നോ? அறிந்தும் அறியாமலும் தெரிந்தும் தெரியாலும் செய்த ஊற்றுகளையும் பெற்று காட்டு ரசிக்க வேணும். എന്നാ വണ്ടീന്റെ പ്രാർത്ഥന തുടങ്ങിയോ? അവൻ പേടിച്ചിട്ടിരിക്കണം. നിന്നെ പോലെ പേടിയില്ലാത്തവനല്ല, അവന് പേടിയുണ്ടവന്. ആ എനിക്ക് പേടിയുണ്ട്. பேடிதான் வரும்டா, பேடிதான் வரும். ഒരു പ്രാർത്ഥന എനിക്ക് പറഞ്ഞു തരുമോ? പറഞ്ഞു വിടറ സൂര്യ, ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തേ നീ. എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ട്. നിർത്തി റീ രണ്ടിന് சப்ளை பண்ணுவாரு. ഈ സാമി എടുത്ത് പോയിട്ട് ഇതെല്ലാം പറയണ. ഇത് തലച്ചോറിലെന്താ പ്രശ്നമുണ്ടല്ലേ? എല്ലാം കളയാൻ പറയണം. നിന്റെ അടുത്ത് നിനക്ക് തലച്ചോറ് വെക്കാനും പറയാം. அப்ப இவன் தான் எப்பவுமே നീ എപ്പോഴും കൂടെ നടക്കണല്ലേ? ഇപ്പൊ നീ അലീനയൊക്കെ ബുദ്ധിപരമുള്ള പിള്ളേർക്ക് തോന്നണമല്ലോ ഇട്ട് എന്തിനാണ്? ഞാൻ ഒരു കാര്യം കൂടി, ഇവന്മാര് ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഈ സൂര്യബോസിനെ പിഴപ്പിക്കുന്നത് ഇവന്റെ തന്തയാണ്. ഇത്രയും പിഴപ്പിക്കുന്നത് மழை குரு. அவர்தான் எப்படி ഇവരെല്ലാം തലതിരിഞ്ഞവന്മാരാണോ? നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? എത്ര പറഞ്ഞു കൊടുക്കണം? തലയിൽ കയറണ്ട ഇവനൊക്കെ. പിഴച്ചു പോയി, പണ്ടേ പിഴച്ചതാ. വയറ്റിന്ന് വന്നിട്ട് കാറില്ല അന്തരീക്ഷം ഉപയോഗിക്കുന്നത്. അതെന്താ? എടാ ഇതെന്ത്? എടാ സാമിയുടെ ഇതാണ് പവറാണ് കേട്ടോ. അത് നമ്മുടെ ദേഹത്ത് வானத்துல பொருந்துப்பா, திடீர்னு கீழே விழுந்துப்பா. അതെ സാമി നമ്മൾ എത്താറായ സാമി? ഹലോ കേക്കാ സാമി? സ്വാമി ഒറ്റയ്ക്കാണോ? സാമി ഒറ്റയ്ക്കാണോന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒരു പ്രാവശ്യം ബാബുവിനെ കൊണ്ടുപോയി. അവൻ ഇടക്കിടക്ക് ഓരോ ഇങ്ങനെ ജന്നി വിട്ടുണ്ടല്ലോ ഇടക്കിടക്ക്. അവന് മറ്റേ ഇടയ്ക്കിടയ്ക്ക് പിരിയാണ്. പേരെന്താ? നമ്മ പേര് വിളിക്കണ്ടേ അത് ചെല്ലുമ്പോ? മൊട്ടസ്വാമി നിങ്ങൾ രണ്ടുപേരും സാമി എന്ന് വിളിച്ചാൽ പേരൊന്നും വിളിക്കരുത്. ஓகே. നിങ്ങൾ പിന്നെ എന്താ വിളിക്കാൻ പോണ? സാമിനെ തന്റെ சாமி வந்து எப்போ வந்து மந்திரம் போடுவாரு? என்ன டைம்ல? മന്ത്രമൊക്കെ നമുക്ക് പോടാം. சாமி നിങ്ങളല്ല, സാമി പോടും. சாமி விபூதி வச்சிருப்பாரா? എന്നെ சாமி எப்போ சாப்பிடுவாரு? സാമിയെ കോൾ ചെയ്തേ. സൂര്യ ഇനി സാമി അഥവാ നിന്റെ രൂപം മാറ്റി തന്നില്ലേ സാമീനെ പൂള பூலா? புரியல. പൂള തട്ടാന്ന്. തട്ടാം ഇല്ലയാ? സാമി എവിടെ?
വെള്ളത്തിന്റെ അടിയില് വെള്ളത്തിന്റെ ഇവിടെ വെള്ളത്തിന്റെ അകത്തായിട്ട് വരും. എടാ ഇത് ഭയങ്കര இல்ல ஒரு குளியல் போட்டு போயிடலாம்பா. സാമി മാർക്കിയ സാമി സാമിയുടെ ലൊക്കേഷൻ ഇടാത്ത അത്ഭുത സിദ്ധികളുള്ള സ്വാമി വരണം എന്നാണ്. ഇതെന്താ ഈ വെള്ളത്തിലാണ്? എവിടെ ഇത് അതെല്ലാരും കൈകൂപ്പി നമസ്തേ അടിച്ചുവാ. കൈകൂപ്പൻ അങ്ങനെ നമസ്തേ അല്ലല്ല നമസ്തേ 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 നമസ്തേ. ആ എല്ലാരും വാ. ആ ഒന്നാണ് ഫോണൊന്നും ഇതാക്കല്ലേ എടുക്കല്ലേ. ஆ காக்கா காக்கா கனவுல காக்கா நோக்க நோக்க நொடியில் நோக்க பாவம் செய்யும் സകല കുറ്റങ്ങളെയും പൊട്ട് കാത്തു രക്ഷിക്ക വേണം. അതെ കൂടാവരാവോ. ഹലോ ബാ സ്വാമി സ്വാമി സ്വാമി. ഓം ഗ്രീം സ്വാമി. ഓം ക്ലീം ക്ലൗം ഗ്രാം ഹിമ ബാബി ബാബിച്ച ഹിമ ബാബി ബാബിച്ച ഹിമ ബാബി ബാബിച്ച ഹിമ ബാബി. സ്വാമി നമസ്കാരം, ഞാൻ വീണ്ടും വന്നു. സ്വാമിയെ ആശീർവാദം பண்ணுங்க സ്വാമി. നിങ്ങൾ എല്ലാരും സമാനപ്പെട്. നിങ്ങള് സ്വാമി അതെ എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യണേ. അതെ നിങ്ങളൊന്ന് ഇതായിട്ട് സംസാരിക്കണേ. സ്വാമിക്ക് അങ്ങനെ ഇഷ്ടമല്ല എല്ലാരും കൂടെ സംസാരിക്കണേ. സ്വാമി അതെ എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ബാബുവിനെ കൊണ്ട് വന്നായിരുന്നു ചന്ദ്രൻ. ആ സിംഗിടി കൊരക്കുന്നോന്നോ? സിംഗിടി കൊരക്കുന്നില്ല, വിറക്കുന്നുണ്ട്. അല്ലല്ലല്ല എടാടാ ഇക്രു ഇങ്ങോട്ട് ബാക്കിലോട്ട് എന്താണ് ബാക്കിലോട്ട് എന്താണ് ഇങ്ങോട്ട് നമ്മുടെ സൂര്യ ബാക്കിലോട്ടില്ലേ. ആ നമ്മളിപ്പോ വരാം. നിങ്ങൾ അങ്ങോട്ട് പോയി നിന്നാണ് നമ്മളിപ്പോ വരാം. ആ അവിടെ പോയി കുളിച്ചിട്ട് നമ്മളിപ്പോ വരാം. ഞാനും കുളിക്കണോ? സ്വാമി ഇതൊക്കെയാണ് സ്വാമി പ്രശ്നങ്ങള്. ഈ ഇവരുടെ എന്താണ് പ്രശ്നം? സ്വാമി ഇവരുടെ ദേഹത്ത് ഇവര് ഭയങ്കര കുഞ്ഞുങ്ങളായിരുന്നു സ്വാമി. ഇവർക്ക് പെട്ടെന്ന് ഇവരുടെ രൂപം മൊത്തം മാറി വലിയ ആൾക്കാർ രൂപമായി. ഇതിനെന്താ പ്രതിവിധി എന്ന് ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് എവിടെ ആരുടെ പറയണമെന്ന് അറിഞ്ഞിടത്തോണ്ടാണ് സ്വാമിയുടെ അടുത്ത് വന്ന് പറയണേ. സ്വാമി ഞാൻ 2 ദിവസം മുമ്പ് വരെയും കൊണ്ട് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി. അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് ഡോക്ടറിനെ കൊല്ലണം, എന്റെ 5 കൊണ്ട് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് തുടങ്ങും, പ്ലാൻ ചെയ്യണോന്നൊക്കെയാണ് സ്വാമി. നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കല്ലേ പ്രശ്നം, ഈ കിളവിക്കാണെന്ന്. അല്ല പ്ലീസ് പോയി കുളിച്ചിട്ട് വന്നേ. അവിടെ സൂര്യനോടെ പിന്നെ കുളി. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് 2000 പേരെ കൊല്ലാൻ നോക്കി. എന്തിനാന്ന് വെച്ചപ്പോഴത്തേക്ക് ചുമ്മാ അവര് വെറുതെ ബോംബെറിഞ്ഞ് കൊല്ലണ അവര് ചാവുന്നതാണ് രസമെന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അവരെ പൊരിച്ച് തിന്നണം, ഇതൊക്കെയാണ് സ്വാമിമാര് പറയുന്നത്. എന്തോ ചെയ്യും സ്വാമി നമ്മള്? എന്നിട്ട് പ്രതിവിധി എന്താ അറിഞ്ഞൂടാ. സ്വാമി സംസാരിക്കും, ഞാൻ വിളിക്കട്ടെ അവരെ. ഈ സ്വാമി അതെ ഒന്ന് വരാമോ? ഹലോ മഴ പെയ്യുന്നു മക്കളെ കുട്ടന് സാറാൻ നമുക്ക് തൂറാമുട്ടണ്. മഴ പെയ്യുന്നു മക്കളെ കുട്ടന് സാറാൻ നമുക്ക് തൂറാമുട്ടണ്. എന്നാ മാമ എടാ അവൻ എന്തിയടാ? അവരങ്ങോട്ട് ഒഴുക്കിപ്പെട്ടു പോയായിരുന്നു, ഞാൻ തള്ളിയിട്ടായിരുന്നു. അയ്യോ എല്ലാരും ഷൗട്ട് ഇടണേ കേട്ടോടാ. സ്വാമിയെ തൊഴുതേ ഇപ്പഴോ? ആ ഔട്ടണോ? ഇവിടെ തൊഴാൻ തൊഴടാ കൊട്ട്. അങ്ങ് മാറ്റി നിക്ക. എന്താ സ്വാമി പറഞ്ഞ? വ്യക്തമായും ശുദ്ധമായും മേൽസ്വാമിയെ അറിയിക്കുക, മനസ്സുറതി പ്രാർത്ഥിക്കുക. അത് നിങ്ങൾ രണ്ടുപേരും സ്വാമിയുടെ ഫ്രണ്ടിൽ ഒന്ന് ഇരുന്നിട്ടെ നിങ്ങൾക്ക് ഉണ്ടായ സംഭവങ്ങളെല്ലാം ഒന്ന് പറഞ്ഞേ കറക്റ്റായിട്ട്. സ്വാമിയുടെ കൂടെ സ്വാമിയുടെ ഫ്രണ്ടിൽ ഇരിക്കാനാ പറഞ്ഞേ.
ഇതിന്റെ സമാനമാണ് കാണുന്നത്. ഇക്രോ മുണ്ട് പിടിച്ചിട്ട് നല്ല കുട്ടിയായിട്ടിരിക്കേ. ആ എന്താ സംഭവം? അത് വലുതായി പോയി. ആ ഒരു സൂര്യ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞേ. சாமி இப்போ நாங்க வந்து நேற்றுக்கு வந்து ஒரு இடத்துக்கு போலான்னு சொல்லிட்டு போயிருந்தோம். ஆஃப் மார்க்கெட்டுன்னு ஒரு இடம். அந்த இடத்துக்கு போகும்போது அந்த இடம் ஃபுல்லா இருட்டாயிடுச்சுன்னு எங்கள் வண்டி ரொம்ப ஸ்லோ ஆயிடுச்சு. ஒரு மாதிரி வண்டி ப்ராப்ளம் ஆயிடுச்சு. அப்போ என்ன ஆச்சுன்னா நான் வண்டி விட்டு இறங்கின உடனே நான் ஏதோ ஒரு பேய் இழுத்து என்ன. ഒരു ദിവ്യ പ്രകാശം വന്നിട്ട് ஆமா அந்த இடத்துல என்ன மறைஞ்சு போயிட்டேன். அப்புறம் என்ன ஆயிடுச்சுன்னு ஞாபகம் இல்லை. காலையில ஏண்டா இந்த மாதிரி அவன் ஒரு மாதிரி இருக்கானா ஒரு மாதிரி இருக்கேன். அதான் பிரச்சனை எங்களுக்கு. இது வந்து யாருடையோ ശാപം நினைக்கிறேன். സ്വാമി ഇതിനെന്തേലും പ്രതിവിധി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സ്വാമി? നാം ഒന്ന് ആലോചിക്കട്ടെ. സ്വാമി എന്ത് ചെയ്തിട്ടാണെന്ന് അറിഞ്ഞത് സ്വാമി? ഇയാള് എനിക്ക് ഇവരെ പഴയതുപോലെ വേണം സ്വാമി. നമ്മ സൗമ്യ ഉണ്ടാക്കട്ടെ. അല്ല സൗമ്യ പ്രാർത്ഥിക്കട്ടെ. കുട്ടന്റെ പ്രായം എത്രയാ? എന്താ പ്രായം എത്രയാ? കുട്ടന്റെ പ്രായം 14 വയസ്സുണ്ട്. സുമ്പന്റെ അല്ല, കുട്ടന്റെ പ്രായം ചോദിച്ചേ. என்னோட வயசு എത്ര? எனக்கு வந்து 7 വയസ്സ് ആവുടെ അങ്കിൾ. പ്രതിബലി ഉണ്ട്. ഒരു വഴി മാത്രം നാം കാണുന്നുണ്ട്. പറഞ്ഞ സ്വാമി എത്ര അതിനിപ്പോ എത്ര രൂപയിലും നമുക്കൊരു പ്രശ്നമല്ല അതില്. അതെ ഞാൻ ചില മറുപടിയാ. இது மாதிரி உடம்பு மாறணும்னு ஆயாருல പഴയ മാതിരി ഉടമ്പ് മാറണമെങ്കിൽ അതിലെ കുറച്ച് ക്രമേവം പൂജകളൊക്കെ ഉണ്ട്. അത് ചെയ്യാൻ സ്വാമി. பரவாயில்ல அப்பா பண்ணுறேன். നമുക്ക് ആദ്യം ഒരു ആട് വേണം. ആടിനെ കൊണ്ടുവരണം. രണ്ടാമത് ഇവന്റെ അച്ഛന്റെ ബ്ലഡ് വേണം. രക്തമാണ് സ്വാമി ഉദ്ദേശിച്ചത്. സ്വാമി അത് ദാണ്ടിരിക്കുന്നു. ഇവനെ കണ്ടിച്ചു ഇവനെ അപ്പൻ. സ്വാമി അതായത് അച്ഛനില്ലെങ്കിലും അച്ഛനെ പോലെയുള്ള ഒരാളുടെ ബ്ലഡ് മതിയോ? ഞാൻ അച്ഛന്റെ സ്ഥാനത്തുള്ള ഒരാളാണ്. അച്ഛന്റെ സ്ഥാനത്തുണ്ടെന്ന് ഇത് സ്വന്തം ചോരയാണ് വേണ്ടത്. അല്ല സ്വാമി നമ്മള് ഇതുപോലെ കാണണ്ടേ ഇവനെ? വേണം. കാണണമെങ്കിൽ ഇവന്റെ സ്വന്തം ചോര തന്നെ കാണണം. അതായത് സ്വന്തം അച്ഛന്റെ ചോര. സ്വാമി എടുത്തു വളർത്തി അച്ഛന്റെ ജോലി തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവോ? തൊട കണ്ടിക്കാം. തൊട സ്വാമി സ്വാമി ആടിനെ വേണം നിർബന്ധമാണോ? ആടിനെ ഇപ്പൊ തന്നെ വേണോ സ്വാമി? ആണെന്നെങ്കിൽ പശുവായിരുന്നാലും കുഴപ്പമില്ല. കുറുക്കൻ മതിയോ? ചന്ദ്രകാന്തി മുന്നേ ഒരു കുറുക്കനെ കൊന്നായിരുന്നു. ഞാൻ എന്നാ പെട്ടെന്ന് പോയിട്ട് ഒരു ആടിനെ മേടിച്ചിട്ട് വരട്ടെ. ഇവരെ നോക്കിക്കോളൂ. ഞാൻ നോക്കാം. പോയിട്ട് സ്വാമി ഇത് ഒരാളല്ല സ്വാമി, രണ്ടുപേരുടെ ബാധയാണ്. ഇവന്മാർ രണ്ടുപേരും കൂടെ കീപ്പ് വരാ. അച്ഛന്റെ വേണ്ട, എനിക്ക് പണി കൊടുത്താൽ മതി. അച്ഛന്റെ വേണ്ട. ഇങ്ങോട്ട് സംസാരിക്കണ്ട കേട്ടോ, കുഴപ്പമില്ല, എനിക്കറിയാം. ഞാൻ പശുവിനായിട്ട് ഇപ്പൊ വരാ, വെയിറ്റ് ചെയ്യേ.
ആ സ്ഥലം കൊള്ളാല്ലേ, വിഷയമല്ലേ അത്? ആടാ പശു മതി എന്നല്ലേ പറഞ്ഞേ? അമ്മേ, അയ്യോ അയ്യോ അയ്യോ, ഒഴുക്കിപ്പെട്ടു. അയ്യോ, ഇല്ലടെ. ഹലോ പറഞ്ഞു. അതെ, തിരക്ക്. നിങ്ങൾ സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ലൈവാ, പ്രശ്നമുണ്ടോ? അല്ല അല്ല അല്ല, എനിക്കൊരു പശുവിനെ വേണമായിരുന്നു. ഒരു ഇതിനെ, പെറ്റിനെ എന്തേലും കിട്ടാൻ വല്ല വഴിയുണ്ടോ? പെഡായിട്ട് കൂടെ നടക്കാനാണോ? കൂടെ നടക്കാനാ ഒരാളെ വേണം അല്ലേ? ആ. ഞാൻ തപ്പി. ഉണ്ടെങ്കിൽ എന്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞാൽ മതി. അഡ്മിൻ ലുക്കിൽ വരല്ലേ? ഓക്കെ, ഞാൻ ഇപ്പൊ ഒറ്റ മിനിറ്റ്. ആ ഓക്കെ ഓക്കെ. എലീജ ബിസി ആണോ? ഉണ്ടെങ്കിൽ എന്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഹലോ, എന്താ സ്വാമി? പശു ഇപ്പൊ വരും സ്വാമി. പ്രതിവിധികൾ എല്ലാം എടുത്തു. പ്രതിവിധികള് ഇപ്പൊ വരും സ്വാമി. ആട് മേയാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഇല്ല, മേയ്ക്കാൻ കൊണ്ട് പോയിട്ടുണ്ട്. വിശപ്പിലാണ് ആള്. ബ്ലഡ് എന്റെ ബ്ലഡ് ആണോ? സ്വാമിയുടെ കയ്യിലോട്ട് തരാം. കുട്ടിയുടെ അച്ഛൻ. അതെ, വളർത്തച്ഛനാണ്. വളർത്തച്ഛന്റെ ബ്ലഡ് അല്ല ചോദിച്ചത്, ഇയാളെ പ്രൊഡക്റ്റ് ചെയ്ത അച്ഛന്റെ ബ്ലഡാണ് ചോദിച്ചത്. അപ്പൊ ബ്ലഡ് ആ ബ്ലഡ് ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. നീളത്തിലും വട്ടത്തിലും ഇവിടെ ഒന്ന് പറഞ്ഞുകൂടെക്ക് തെളിവായിട്ട്. സ്വാമി അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ സ്വാമി? അതല്ലാതെ ഒരു പ്രതിവിധി നാം കാണുന്നു. ഒരേ ഒരു പ്രതിവിധി. എന്താ സ്വാമി? അത് ചെയ്താൽ നമുക്ക് പ്രതിവിധി കിട്ടും. നമുക്ക് നോക്കാം. ഓക്കെ സ്വാമി, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുസരിച്ച് ചെയ്യാം. അതിനു മുമ്പ് എനിക്ക് കൊച്ചിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. മോനെ, உங்களுக்கு எவ்வளோ ரெஸ்பெக்ட் இருக்கு? யாரு இங்க? எங்களுக்கு வந்து எங்க அப்பா அம்மால ரெஸ்பெக்ட், எங்க பெரியம்மா அம்மால ரெஸ்பெக்ட். அப்படியா? പെരിയമ്മ പെരിയമ്മ ഞാൻ എന്റെ പെരിയമ്മ. നിങ്ങളാണ് കുറച്ചുകൂടി റെസ്പെക്ട് എലി നിന്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നല്ലേ അവന്? അല്ലടാ അല്ലടാ, നിന്റെ അച്ഛനോട് അവന് കൂടുതൽ எனக்கு ரொம்ப ரெஸ்பெக்ட் அதிகம்னா பெரியம்மா அம்மால. ആണോ? പ്രതിവിധി ഉണ്ട്. പ്രതിവിധി തീർക്കാം. നാം കാണുന്ന പ്രതിവിധിയില് റെസ്പെക്റ്റ് ഉള്ള ആള് നമ്മുടെ മലഗിരിയില് അവിടെ പോയി മുട്ടയടിക്കണം. ഞാൻ എനിക്ക് ഇവനോട്ട് ഒരു ബന്ധവും എലി പോലെ ഒരു കൊച്ചിനെ എന്താണ്? എലി പോലെ അങ്ങനെ പോലെ അങ്ങനെ പോലെ. എലി ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. എലി ഇങ്ങോട്ട് വന്നാണ്. മറ്റവനെ ഒരു സാമിനെ റെസ്പെക്ട് ചെയ്യാ. ഒരു കാര്യം പറയല്ലേ, ശപിച്ച് തവളായി കളയുന്നുണ്ട്. വന്നാണ് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞ ഇതാണ് നിന്റെ സ്നേഹമുള്ള പെരിയമ്മ. അവള് ഫേക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലേ. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലോ അവളുടെ കഴുത്തിൽ സ്വാമി കട്ടിച്ചളയാന്ന്.
ഇതെന്താണ്? ഒരു സെക്കൻഡ് സ്വാമി, എനിക്ക് ഒരു സെക്കൻഡ്. അതെ, നിങ്ങൾ സ്വാമീനെ ധിക്കരിച്ച് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വിപത്തുകൾ വരും കേട്ടോ. തവളയും പട്ടിയൊക്കെ ആവണമെങ്കിൽ നിങ്ങൾ പൊക്കോ. എടാ ധിക്കരിച്ച് പോവാണെങ്കിൽ ഈ പുത്രനുള്ള വിധി നാളെ ഈ യുവതിക്കും വരും. பொண்ணு புரியுமா അത് മാത്രമല്ല, ഈ മുട്ട അടിച്ചതോടെ എനിക്ക് ഇല്ല, സൂര്യ, പയ്യനെ കിട്ടുന്നതാണ്. ആളുകൾ ശബ്ദം ഒന്ന് ഓഫ് ഇല്ലെങ്കിൽ ചെയ്യുന്നു. നഷ്ടപ്പെട്ട പ്രണയം തിരിച്ചു വരുന്നതുമാണ്. സ്വാമി, എനിക്ക് എന്റെ നഷ്ടപ്പെട്ടു പോയതല്ല, എനിക്ക് ഇപ്പൊ ഉള്ള പ്രണയം തന്നെ എന്റെ കൈ വരണം. ഞാൻ മുട്ടയടിച്ച ശരിയാവുക? മാമി എന്തിനാ പേടിക്കണേ? നിക്കല്ലേ, ഊരി വെച്ചാ പോരെ. അല്ലടാ പെട്ട് എണ്ണ തേച്ച് വളർത്തിയ മുടി ഞാൻ മുട്ടയടിക്കണം. സ്വാമി, അപ്പൊ മുട്ടയടിച്ച് എത്ര എല്ലാ ദിവസവും ശൈന പ്രദക്ഷിണം ഉണ്ടോ? അതിന് പ്രതീക്ഷയുണ്ട്. മാത്രം പോരാ. ഇവിടെ വന്ന് ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ 3 തവണ ആഴ്ചക്ക് മുങ്ങണം. അതെനിക്ക് പറ്റത്തില്ല. ഞാൻ മുട്ടയടിക്കും, പക്ഷെ എനിക്ക് എല്ലാ ദിവസവും കുളിക്കാൻ പറ്റത്തില്ല. പ്ലീസ്, എനിക്ക് എന്നെ നിർബന്ധിക്കരുത് സ്വാമി. ഞാൻ എന്തിനു വല്ലവനും ഈ ഇവന്റെ കൊച്ചിന് വേണ്ടിട്ട് കുളിക്കണം സ്വാമി. ഈ വെള്ളം ഒരു കുപ്പയിലാക്കിയിട്ട് സ്പ്രേ അടിച്ചാലും മതി. എന്നാ ഓക്കെ. സ്വാമി സ്വാമി ആണല്ലോ. സ്വാമി, അപ്പൊ ഞങ്ങള് പോയിട്ട് സ്വാമി, അപ്പൊ മുട്ടയടിച്ചിട്ട് എത്ര ദിവസം ആകുമ്പത്തേക്ക് അവന്റെ പഴയ രൂപം കിട്ടും സ്വാമി? മുട്ടയടിച്ചതിന് ശേഷം മുട്ടയടിച്ച് വന്ന് ഈ വെള്ളത്തിൽ മുങ്ങുക. ആ, കൃത്യം 3 ദിവസം അല്ലേ? 3 ദിവസത്തിനകത്ത് ഇതിനൊരു പ്രതിവിധി നാം കാണുന്നു. ഓക്കെ സ്വാമി. വലിയ മുട്ടയടിച്ചിട്ട് ചന്ദനം തേക്കണോ? ചന്ദനം തേക്കണ്ട, ഇവിടെ വന്ന് കുളിക്കുക. വലിയ ഉപകാരം സ്വാമി. എങ്ങനെ നന്ദി പറഞ്ഞല്ലോ സ്വാമി, സത്യം പറയാനോ. നന്ദി ഒന്നും വേണ്ട, പടുക്കയിൽ വെച്ചോളൂ. പിടുക്കയിൽ വെക്കാനോ? കുടുക്കയിലല്ല, പടുക്കളിൽ ദക്ഷിണം വെക്കുക. ദക്ഷിണ. എലി ഞാൻ കാറിൽ നിന്ന് കാശ് എടുത്തില്ല, നീ ഒന്ന് കൊടുത്താണ് വെക്കുക. എലി നമുക്ക് കാശ് കൊടുത്താണ്. അടുത്ത പൂജയുണ്ട്. എത്രയാണ് സ്വാമി? എത്രയാണ്? സ്വാമി എടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ സ്വാമി. ചോദിക്കാൻ പാടില്ല. തനിത്തത് എലി ഡിസ്കൗണ്ട് ഒന്നും ചോദിക്കല്ലേ. എലി അവര് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. പശു വന്നോ? അതെ സ്വാമി, ചോദിച്ച പശു. ഇങ്ങോട്ടാ അമ്മണി, ഇങ്ങോട്ടോ. പോയി മുങ്ങിയിട്ട് വരാണ്. സ്വാമി, പശുവിനെ. പക്ഷേ നമുക്ക് പ്രതിഫലമായിട്ട് ബ്ലഡും വേണം. സ്വാമി, ഇത് രണ്ടും കൊണ്ടുവരാം. പശു ഇപ്പൊ കിട്ടിയില്ലേ സ്വാമി? ചോര ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റുന്നത്? സ്വാമി, ചോര കൊണ്ടുവരാം. നമ്മള് കുഴപ്പമില്ല, പശു ഇവിടെ ഇരിക്കട്ടെ, നിങ്ങൾ പോയിട്ട് വരാം. പശുവിനോട് നിർത്തിയിട്ട് പറഞ്ഞാടാ പറ. നിർത്തിട്ട് പോവാ. പോയിക്കോട്ടെ മതിയോ സ്വാമി? അമ്മണി അങ്ങോട്ട് കേറുന്നില്ലേ? സ്വാമിയുടെ അടുത്തോട്ട് കേറുന്നില്ലേ? വേറെ എന്തേലും? സ്വാമി, ഞങ്ങളുടെ പോയപ്പോ മുട്ടയടിച്ചിട്ടാ സ്വാമി. വലിയ ഉപകാരം സ്വാമി. ഈ മുട്ടയടിച്ച് എനിക്ക് കൊച്ചുങ്ങളുണ്ടാവുക? ആലോചിക്കട്ടെ. കഴിവുള്ള ബോയ്ഫ്രണ്ട് ഉണ്ടാവുമായിരിക്കും ചിലപ്പോ. എലി അതിന് വേറൊരു പൂജ ചെയ്യേണ്ടി വരും. അതിന് ബോയ് ഫ്രണ്ടിനെ മുട്ടയടിച്ചാ മതിയോ സ്വാമി? മാമ താഴുണ്ടോ? ബോയ് ഫ്രണ്ടിനെ കൊണ്ട് ഇവിടെ വരിക. സ്വാമി പറയൂ. സ്വരത്തിനില്ലല്ലോ. ഇല്ലേ, ശോഷിച്ചിരിക്കുന്നല്ലേ സ്വാമി? അത് രാവിലെ തൊട്ട് വിശന്നിരിക്കുക, പുല്ലൊന്നും കഴിച്ചിട്ടില്ല. അതൊന്നും ശരിയാ. അത് കഴിയും. എന്നെ പിന്താക്കും ഒരുപാട് പോവും. സ്വാമി, ഈ പശുവിന് വരാൻ 2 പൂവൻ കോഴികളെ തന്നാ മതിയോ സ്വാമി? വേണ്ട, പൂവക്കോഴികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പെടക്കോഴിയുടെ തലല്ലേ ഇപ്പൊ മുട്ടയടിക്കുന്നത്? സ്വാമി, ഞങ്ങളപ്പോ പോയി മുട്ടയടിച്ചിട്ടോട്ടെ സ്വാമി. മുട്ടയടിച്ചിട്ട് മറക്കണ്ട, ഈ വെള്ളത്തിൽ മുങ്ങണം 3 വട്ടം. ഓക്കെ സ്വാമി, വലിയ ഉപകാരം സ്വാമി. ക്രീം ഗം ക്രീം എന്ന് പറയണം. പോട്ടാ സ്വാമി. പോയാ മതി. എന്താ? ഓം ക്രീം ഗം ക്രീം. കാശ് തന്നില്ലേ? പറയാനുണ്ടോ ഒരു മടി? പറഞ്ഞിട്ട് പോവാ. അച്ഛന്റെ അരി കശൂടല്ലേ പോരാ. അതെ, പെട്ടെന്ന് ദൈവമേ. എടാ രക്ഷപ്പെടാപ്പൊ വഴിയുണ്ടോട്ടോ. നല്ല സ്വാമി അറിയാൻ പറഞ്ഞില്ലേ. കേറി എടി എലി പെട്ടെന്ന് കേറ്.
വരി വേണ്ട എന്റെ കൊണ്ടിട്ട് ഏടി പ്രിമാ അല്ല പശുവിന്റെ പേരെന്തായിരുന്നു? ചെറുത്ത് അമ്മണിന്നല്ല അഡ്മിനി എന്ന് പറയണല്ലേ. പശുവിന്റെ പാൽ. എന്റെ പൊന്നെലി ഇത്രയും ഇത്ര നല്ല സാമ്യമാണ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അത് ഉടനടി പ്രതിവിധി. എടാ ഇക്രു കേട്ടല്ല? എന്താ? ഞാനൊരു കാര്യം പറയട്ടേടാ. നാളെ എനിക്കും വാസോണനും കൊച്ചുണ്ടാകാൻ വേണ്ടി വാസോണന് മീശ പഠിക്കണോന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എടുത്തിട്ട് പഠിക്കൂടാ? എടി അങ്ങ് പഠിച്ചു കളയണം. പിന്നെ 10 വർഷം കണ്ടല്ലേ വരത്തുള്ളൂ. അത് കുഴപ്പമില്ല. എടാ അതിന് പഠിക്കാൻ വല്ലതും വേണ്ടേ? അല്ലല്ല, ചെറിയ 2 രോഗം വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ചെറിയ 2 രോഗത്തിന് എന്തോരം കൊച്ചുകൾ ഉണ്ടാവാനാടാ. പഠിക്കുവാണെങ്കിൽ നല്ലപോലെ പഠിക്കണ്ടേ? അപ്പൊ രോമത്തിൽ നിന്നാണോ കൊച്ചുങ്ങൾ ഉണ്ടാവുന്നേ? ചുമ്മാടാ. തുടങ്ങി ഈ പ്രാണി ഇന്നലെ പറഞ്ഞു കാറ്റടിച്ചാലേ കൊച്ചുങ്ങൾ ഉണ്ടാവുമെന്ന്. ഇപ്പൊ പറയുന്ന രോമത്തിനാന്ന്. മിനിഞ്ഞാന്ന് പറഞ്ഞ ഉമ്മ വെച്ചാലാന്ന്. എവിടെ കാറ്റടിച്ചുണ്ടായതാണ്. കൊട്ടല്ലേ വേണ്ടു ഉമ്മ കൊട്ട ഇവിടെ തെക്കേ കാശ് വീശിയപ്പോ ഉണ്ടായതാണ്. സത്യത്തിൽ എലി ഇപ്പൊ നീ പെട്ടെന്ന് മുട്ടടി കേട്ടാ. ഇപ്പൊ തന്നെ മുട്ടടി. ഞാനേ മട്ടടിക്ക് പോകുന്ന എന്നെ ഒരു തലമുടി നിങ്ങൾക്ക് വേണ്ടിയിടാണ്. പളനിക്ക പ്രാർത്ഥിക്കടാ. ചന്ദ്ര അവിടെ ഒരു ബാർബർ ഷോപ്പുണ്ട്, അവിടോട്ട് പോകും. എവിടെ? അതിന്റെ താഴെ നേരെ പോയ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. എനിക്കറിയാം ബാർബർ ഷോപ്പ് എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് എലി നിനക്ക് മുടി പെട്ടെന്ന് വളരെ റെഡി. അത് വിഷയമുള്ള കാര്യമില്ല. വെട്ടിക്കളാ അങ്ങോട്ട്. എന്റെ നീല ബൃങ്കാതി ചേച്ചി വളർത്തി എന്റെ മുടി. നീല ബൃങ്കാതിയാ? വൈകിട്ട് കറുപ്പിച്ച മുടി എന്ന് പറഞ്ഞതല്ലേ? എടി പെട്ടെന്ന് നേരിട്ട് മുടിയൊക്കെ അങ്ങോട്ട് മാറ്റിയാട്ടാ. എടി എല്ലാരും തൊഴുതോണ്ടില്ലേ? സൂര്യ പ്രാർത്ഥിക്കും. മുടി വെട്ടുമ്പോ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും. ഫ്രണ്ടിന്ന് പറയുന്നത് പ്രാർത്ഥിക്കും. എല്ലാരും ഒന്ന് ഇങ്ങോട്ടോ എന്റെ അടുത്തോട്ട് വാ. എന്നാലേ അവർക്ക് ഡ്രസ് മറ്റേ മുടി മാറ്റാൻ പറ്റത്തുള്ളൂ. എടി നീ ആ കുഞ്ഞിന് വേണ്ടിട്ട് നല്ലതൊരു കാര്യം ഒരു പുണ്യപ്രവൃത്തിയല്ലേ ചെയ്ത. നിന്നെ ദൈവം അനുഗ്രഹിക്കുകയല്ലേ. വളർത്തു പുത്രനും ഇവിടെ ഏതോ ഒരുത്തനും വേണ്ടിട്ടാണ് ഞാനിത് ചെയ്തത്. ആലോചിക്കണം. എലി നിന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കും കേട്ടാ. ദൈവം അനുഗ്രഹിച്ചാലും ഞാൻ അനുഗ്രഹിക്കും. നമ്മൾ അനുഗ്രഹിക്കും നിന്നെ. എടി എന്തൊരു നല്ലൊരു നോക്കട്ടെ. എടി ഇത് മാറ്റല്ലേ. ഇത് അവന്റെ ലുക്ക് മാറാൻ മാറ്റല്ലേ ഇത്. ഒന്ന് ജീവിതം എന്റെ മുഖത്തിൽ ഏതെങ്കിലും ഒരാളിങ്ങനെ നോക്കും. കണ്ണുകൊണ്ട് നോക്കും. പേടിക്കണ്ട. എന്നെ ആര് സ്നേഹിക്കും? മുഖത്ത് തന്നെ നോക്കണമെന്നുണ്ടോ? പൊക്ക അയ്യേ, എടാ അങ്ങനെയല്ല, അങ്ങനെയല്ല. കേറി വെള്ളത്തിൽ മുകളിൽ പെട്ടെന്ന് കേറിയാണ്. മാമക്കാരേലും മുഖത്ത് നോക്കണമെന്നുണ്ടോ? കാണാം. എന്റെ സോക്കേടൊക്കെ തീർന്നിക്ക് കേറണം അങ്ങോട്ടെ. இப்ப கொஞ்சம் நல்லா நடக்க முடியுது தெரியுமா? கால் சரியாச்சு. நீ மொட்டை அடிச்சோன்னே எனக்கு இன்பாக்ட் தெரிஞ்சிச்சு தெரியுமா? എടാ മുട്ടി അടിച്ചിട്ട് ഹെൽമെറ്റ് വെക്കുന്നോണ്ട് കുഴപ്പമൊന്നുണ്ടോ? தெரியுமா? கிட்ட இருக்கு தெரியுமா? ஒழுங்காவே மொட்டை அடிக்கல. திருப்பி போய் அடிச்சிட்டு வரலாமா? അല്ലല്ല ഇത് അയ്യോ ഇവിടെ ചന്ദ്ര കാണിക്കുന്നേ. അല്ലല്ല എന്തോ പറ്റിയ ஏன் அடிக்கல? കൊല്ലാൻ പറ്റും. தெரியுமா இப்ப நல்லா நடக்கிற தெரியுமா நான்? അമ്മനെ കാണത്തില്ലല്ലേ? അവരത് കഴിഞ്ഞിട്ട് പോയി. മാമീന്റെ മുടി വെട്ടിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു നിനക്ക് ഇത്രയും നല്ലതാണ്. ആ தண்ணி உள்ளே போ. ഇതിലേത് എലി? ആ 1 2 தண்ணிக்குள்ளே போலே. ஆழம் கம்மியா இருக்கு. എലി. ഈ കൊല്ലണോടാ എന്നെ? എടാ എലിയുടെ ഈ ഒരു മനസ്സാരും കാണാതെ പോലെ കേട്ടാ. അത് പറയരുത്. ഈ
എടി ഇങ്ങനെ ആരേ നല്ലതേ വരുമല്ലേ നല്ലതേ വരുമല്ലേ ഈ മുഖം കണ്ടിട്ട് എനിക്ക് എടാ. തോന്നുന്നുണ്ട് എനിക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ. സൂര്യ കാലി തൊട്ട് തൊഴുതേ ആദ്യം ചെത്തി വിളിക്ക്. என்ன பெரியம்மா அடிக்கிறீங்க என்ன ஆசீர்வாதம் பண்ணுங்க பெரியம்மா ആ பண்ணிட்டேடா. கை നല്ല தூக்குங்க വളർന്നു பெரியம்மா கை വാടാ. தூக்குங்க கை இந்த தூக்குங்க തലതാ ഉങ്കു. എടി മൊട്ടെ கை தூக்குங்க கை அதே. தூக்கி ஆசீர்வாதம் பண்ணுங்க ஆமா, நல்லா வாடா, நல்லா வா. நல்லா வளர்ந்து ரொம்ப வாடா. நன்றி பெரியம்மா அப்பா இந்த அந்த சிட்டில சாமி நான் சொன்னாரு இருந்தேடா. എടി മൊട്ടെ அந்த சாமி போ சொன்னாரு மாட்டேன். நைட்டு தூங்கி ஏண்டு காலங்கட்டல என்னதான் எனக்கு உடம்பு சரியாகும்னு சொன்னாரு ആ വാ 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 കേറ് സൂപ്പർ അല്ലേ പൊട്ടച്ചി വാ பெரியம்மா அப்படியே அந்த வேல் எடுத்து வாயில சொரியலாம் பெரியம்மா சரியா ദേ, കേറ് നീ ഇത് വേലെടുത്ത് എനിക്ക് ഇറക്കാൻ ഞാൻ. அப்பதான் பெரியம்மா ஃபுல் பிரார்த்தனையும் சரியாகும் എന്നേടാ എന്നെ ആളില്ലാത്ത എവിടെ കിട്ടാൻ വരുന്നത് ഞാൻ അവിടുന്ന് ഓടിപ്പോയിക്കോളാം 2-3 ദിവസത്തേക്ക്. ഇത് നാളെ പറഞ്ഞ കേട്ടോ ഇത് ഇത് നമ്മള് ഇവിടെ വേണം എന്നാലേ ഇത് മാറത്തുള്ളൂ ഇതിനൊരു പ്രതിവൃത്തി 3 ദിവസം ഇടണം പൊട്ടച്ചി സത്യസ്ഥ പിള്ളേരൊക്കെ നിനക്കൊക്കെ വേണ്ടിയിട്ട് നിന്റെ അപ്പനോ നിന്റെ അമ്മയോ ഒന്നും ചെയ്തില്ല. പിള്ളേരൊക്കെ ചെയ്തത് എന്റെ തലയാ. ഞാൻ കണക്ക് പറയണം പൊട്ടച്ചി ഇത് കണക്ക് പറഞ്ഞ കേട്ടോ അല്ലേ ஏய் அப்படி சொல்லாதடா நமக்கு தானே மூச்சு மொட்டை ആടാ നന്ദിട്ടോടാ. அப்படி சொல்லாதடா டேய் ആ பழிச்சவனே എനിക്ക് സംശയമുണ്ട് ചന്ദ്രമാമൻ പ്രാങ്ക് ചെയ്ത് പണി பழிச்சவனே அப்படி சொல்லாத வெளிவரி എടേ സ്വാമിമാര് അതിന് അവിടെ നിന്ന് സ്ഥലം മാറും അവരെപ്പോഴും അവിടെ തന്നെ തപസ്സിരിക്കും എടാ അവര് വല്ല நீ அவங்க കേറി അപ്പുറത്തല്ല അവര് ഒരു പശുവിന് കൊടുത്തില്ല അതിനെ കറി വയ്ക്കാൻ പോയായിരിക്കും ചിലപ്പോ. அவங்க உடம்பு ஃபுல்லா பவர் நான் பார்த்தேன் என்னால ஃபீல் பண்ண முடிஞ்சது പിന്നെ അവരുടെ ഉടമ്പ് ഫുള്ള് പവറാ നിന്നോട് ആരാ പറഞ്ഞേ ஆமா அதை நான் பார்த்து ஃபீல் பண்ணேன்டா ഇതാരെ തട്ടൊക്കെ ഇട്ട് കദീജയോ அழகா இருக்காங்க 2 பேரும் എന്താ ബ്രോ ചൂടായതുകൊണ്ട് ஜானி மாமா மாதிரி இருக்காங்க അയ്യോ തപ്പനാണോ അത് ஆமா ഹലോ ഹലോ സംസാരിച്ചേ ഇവര് സംസാരിക്കൂലോ ഇല്ല അതൊരു ഊമാളാ. ഹലോ ஹலோ ஜானி ജോണി യെസ് പപ്പ. ஜானி ஜானி அப்பா ஈட்டிங் ഇത് എന്റെ അപ്പൻ ജോണി ജോണി എന്റെ അപ്പൻ ചന്ദ്രൻ ചന്ദ്രൻ നിന്റെ അപ്പൻ ഓക്കെ അടിയക്കില്ലേ തന്തക്ക് അടിയക്കണ്ടല്ലേ ഓ, എത്ര തന്ത ഉണ്ടായിട്ട് കള്ള ഉണ്ടായിട്ട് കാര്യമില്ല. ഞാൻ തന്നേണ്ട് നീ വിടായി തന്നേ ഒരു പുരോഗമനം കൊണ്ടാട്ടാ അവന്മാരെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടാ കുറച്ച് വ്യത്യാസം കൊണ്ട് എന്ത് വ്യത്യാസം. എടാ ഇപ്പൊ നിന്റെ ലഞ്ചൊക്കെ കിട്ടി എന്ത് ചെയ്യടാ? മാമിനെ കൊല്ലും ആ അതാ കിടക്കുന്നു. ദാ, മുട്ടയിടിച്ചവളെ இப்படி കൊല്ലും. மாதிரி வாசு மாமா கிட்ட மூஞ்சி காட்டினா என்ன சொல்லுவாரு வெளி பெரியமாவா இந்த എന്നാ மூஞ்சி எடுத்துமே காட்டினா என்ன சொல்லுவாரு வாசு மாமா കാശിക്കിടുവേ. ஹலோ இந்த வெளி பெரியமா வந்திருக்காங்க எல்லாரும் பாருங்க ചുമ്മാ സൂര്യൻ നിനക്കോട് ചെയ്യാം ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യല്ലേ சாரி சாரி എലി വണ്ടി സേവ് ചെയ്യലി എനിക്ക് இப்போ நீ பண்ணதும் நான் ரொம்ப பெருசெல்லாம் பண்ணலப்பா ആ എടാ സേവ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ ഡ്രൈവർ സീറ്റ് ഇരിക്കണം. ജി അടിച്ചാ കുഴപ്പമില്ല. ഇല്ല പറ്റുന്നില്ല. അപ്പൊ ഇത് നിന്റെ വണ്ടിയല്ല അവിടെയും പറ്റിച്ച് ഫുള്ള് സ്കാം ആണല്ലോ ഇനി എടാ മമ്മി ഇത് ഞാനാണെന്ന് ആരും പറയല. ഞാനാണെന്ന് ആരും ഇല്ല പറയല. ഇല്ല ഇവിടെ മറ്റേ സാധാരണ കുറെ പെമ്പിള്ളേരൊക്കെ ഇരിക്കുമല്ലോ അവരാരും ഇല്ലടാ ഇന്ന്